പ്രണയകാവ്യം. ഏട്ടാ, സുധിയേട്ടാ, ഒന്നിങ്ങു വരൂ, ഒരു ഊട്ടം കാണിച്ചു തരാം. മിത്ര രാവിലെ തന്നെ മുറ്റത്തുനിന്ന് വിളിച്ചു കൂവുന്നുണ്ട്. കുറേ വിളിച്ചെങ്കിലും അവൾക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. അമ്മേ, സുധിയേട്ടൻ ഉണർന്നില്ല ഇതുവരെ? അവൾ ചെറിയ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വന്നു. ആവോ, ഇന്നലെ കുറേ ലേറ്റായില്ലേ അവൻ വന്ന് കിടന്നത്? അതുകൊണ്ട് എണീറ്റില്ല ഇതുവരെ. മിത്രയുടെ കയ്യിലേക്ക് ഒരു കപ്പ് കാപ്പി കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. നീ എന്തിനാ അവനെ കാലത്തെ വിളിച്ചത്? ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയല്ലേ, അവന് ഉറങ്ങാൻ പറ്റൂ. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് അവർ മകളെ നോക്കി. മിത്ര അമ്മയോട് ഒന്നും പറയാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുത്തശ്ശി കാലത്തന്നെ എഴുന്നേറ്റെന്ന് അവൾക്ക് മനസ്സിലായി. പൂജാമുറിയിൽ നിന്ന് ഉയർന്നു വരുന്ന ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെ മാകെ പടർന്നു. അമ്മ പറഞ്ഞതുപോലെ ഏട്ടൻ ക്ഷീണിച്ചു കിടന്ന് ഉറങ്ങുവാണോ? ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം എന്നാണ് കാരണവന്മാർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ 7 മണി കഴിഞ്ഞു. തല മുഴുവൻ പുതച്ചു മൂടിക്കിടന്ന് സുഖ ഉറക്കത്തിലാണ് ഇഷ്ടൻ. ഏട്ടാ, സമയം എത്രയെന്നറിയോ? വേഗം എണീറ്റ് വാ, ഒരൂട്ടം കാണിച്ചു തരാം. അവൾ ചേട്ടന്റെ തോളിൽ പിടിച്ചു കുലുക്കി. ഏട്ടാ, ഏട്ടാ, അവൾ വീണ്ടും വിളിച്ചു. എന്റെ പൊന്നു മോളെ, ഞാൻ കുറച്ചുകൂടി ഒന്ന് കിടക്കട്ടെ. ആകെ കിട്ടുന്ന ഒരു സൺഡേയാണ്. അവൻ ചെറുതായൊന്ന് തലപൊക്കിയിട്ട് അവളോട് പറഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ പുതച്ചു കിടന്നു. മിത്ര കുറച്ച് വിഷമത്തോടെ എഴുന്നേറ്റു. അയ്യോ അമ്മേന്ന് സുധി നിലവിളിച്ചത് മിത്ര അവനിട്ടൊന്ന് കൊടുത്തിട്ടാണെന്ന് മനസ്സിലാക്കി അവൾ വേഗം പുറത്തേക്ക് ഓടി. അടുക്കളയിൽ വന്നപ്പോ അമ്മയും മുത്തശ്ശിയും ഇരുന്ന് ചായ കുടിക്കുന്നു. അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, നീ എന്തിനാ കുട്ടിയെ ഒച്ച വെക്കണത്? മുത്തശ്ശി അവളെ വാത്സല്യത്തോടെ നോക്കി. അവൾ ആരോടും ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. വിശാലമായ മുറ്റത്തിന്റെ കിഴക്കുവശം മുഴുവൻ പൂന്തോട്ടമാണ്. മറുവശത്ത് അമ്മയുടെയും മുത്തശ്ശിയുടെ അടുക്കളത്തോട്ടം. പൂന്തോട്ടം നിറയെ പലതരത്തിലുള്ള റോസാപ്പൂക്കളാണ്. മുറ്റത്തിന്റെ കോണിൽ നിൽക്കുന്ന ചെമ്പകമരത്തിൽ ഓലഞ്ഞാലി കുരുവി വന്നിരിപ്പുണ്ട്. മരച്ചില്ല ആടിയപ്പോൾ കുറച്ച് ചെമ്പകപ്പൂക്കൾ ഭൂമിദേവിയുടെ സ്പർശനം ഏറ്റുവാങ്ങാനായി മണ്ണിലേക്ക് പതിച്ചു. കുറ്റിമുല്ല നിറയെ മുല്ലപ്പൂക്കളാണ്. ചെണ്ടുമല്ലിയും ജമന്തിയും അരളിയും എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള പൂക്കളുണ്ട് ആ പൂന്തോട്ടത്തിൽ. എല്ലാത്തിനും ഉപരിയായി വരുന്ന ഇലഞ്ഞിമര പൂമണം അതവിടമാകെ സുഗന്ധപൂരിതമാക്കി. മഞ്ഞ കണങ്ങളുടെ മുത്തം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ റോസാപ്പൂക്കളും നിൽക്കുന്നു. സുധി കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം റോസാച്ചെടിയാണ്. അത് കുറച്ചു ദിവസമായി മുട്ടിട്ട് നിൽക്കുന്നു. മിത്ര ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ അത് പൂത്തുലഞ്ഞ് അവിടെ മാകെ പരിമളം വിടർത്തി നിൽക്കുകയാണ്. അവൾ അത് കാണിക്കുവാനാണ് സുധിയെ വിളിച്ച് ബഹളം വെച്ചത്. സുധിയേട്ടൻ ഇത്തിരി തിരക്കിലാണ്. നിന്നെ കാണാൻ കുറച്ച് കഴിഞ്ഞു വരും കേട്ടോ. അവൾ ആ പുതിയ റോസാപ്പൂവിനെ തഴുകി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ രണ്ടും പിന്നിൽ നിന്ന് ആരോ പൊത്തി. വേണ്ട വേണ്ട, ഏട്ടനോട് ഞാൻ പിണക്കാം. അവൾ ചിണുങ്ങി. എന്റെ കാന്താരി പെണ്ണെ, നിന്റെ ഒരു കാര്യം. 100,000 പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് ആകെ ഒരു സൺഡേ ഉറങ്ങുന്നത്. അവൻ മിത്രയെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവളുടെ താടി പിടിച്ചു കുലുക്കി. പിന്നെ പിന്നെ ഏട്ടനെന്താ ഈ 100,000 പ്രശ്നങ്ങൾ? പെണ്ണ് കെട്ടിയില്ല, മക്കളില്ല, പിന്നെ എന്താ ഇത്ര പ്രശ്നം? അവൾ 2 കൈകളും എളിക്ക് കുത്തിക്കൊണ്ട് ചോദിച്ചു. എടി മോളെ, പെണ്ണ് കെട്ടി മക്കളുള്ളവർക്കാ പ്രശ്നമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതിലും വലിയ പ്രശ്നം മോള് കേക്ക്. നമ്മുടെ ആൻമരിയല്ലേ, അവൾ ലണ്ടനിൽ പോവാന്ന്. അവൾ ഈ സാറ്റർഡേ വരെ ഹോസ്പിറ്റലിലുള്ളൂ. അവളായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡോക്ടർ. ഇനി ആരാ പകരം നല്ലൊരു പീഡിയാട്രീഷ്യൻ? ഈ ഒരാഴ്ച കൊണ്ട് കിട്ടണം, അവൻ ആകുലതയോടെ പറഞ്ഞു. അയ്യോ, അതെന്താ ഇങ്ങനെ അവസാന നിമിഷം പറഞ്ഞത്? പകരം ഒരാളെ കിട്ടണ്ടേ ഏട്ടാ? മിത്ര ചിന്താധീനിയായി. എന്തേലും ചെയ്യണം, അതിൻ്റെ തിരക്കിലാണ് ഞാൻ. ആ, ഈ റോസിൽ പൂവുണ്ടായോ? ബ്യൂട്ടിഫുൾ. പെട്ടെന്ന് സുധി ആഹ്ലാദത്തോടെ ആ റോസാച്ചെടിയെ നോക്കി. ഇത് കാണിക്കാനാ ഞാൻ ഈ ഒച്ചയെല്ലാം വെച്ചത്. അവൾ ഏട്ടനോട് ചേർന്ന് നിന്നു. രണ്ടാളും കൂടി പൂന്തോട്ടം എല്ലാം നിരീക്ഷിച്ചു. മിത്ര, ഇന്ന് ഏകാദശിയാണ്, നീ അമ്പലത്തിൽ പോന്നില്ലേ? അവർക്കരികിലേക്ക് വന്ന അമ്മ മകളോട് ചോദിച്ചു. അയ്യോ ഏട്ടാ, ഞാനത് മറന്നു. 2 മിനിറ്റ്സ്, ഇപ്പം റെഡിയാകാം.
അതും പറഞ്ഞവൾ ഓടി. ഓ, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചു കൂട്ടിയതാ. സുധി അക്ഷമനായി. പെട്ടെന്ന് തൊഴുതിട്ട് പോകാം മോനെ, നീ റെഡിയാക്. അമ്മ മകനെ സമാധാനിപ്പിച്ചു. സുധി മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ പിന്നാലെ പോയി. ഇത് പാതയം കുടുംബം. പാതയത്തിൽ ഗോപിനാഥ വർമ്മയുടെയും ഗീതാദേവിയുടെയും മക്കളാണ് സുധി എന്ന അവിനാശും മിത്ര എന്ന മിത്രവിന്ദയും. സുധി ഡോക്ടറാണ്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കാലശേഷം അവരുടെ തന്നെ ഹോസ്പിറ്റലായ വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നോക്കി നടത്തുന്നത് സുധിയാണ്. അതുകൊണ്ട് സുധി എപ്പോഴും തിരക്കിലാണ്. മിത്രയ്ക്കാണെങ്കിൽ വൈദ്യശാസ്ത്രം തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ എഞ്ചിനീയറിംഗാണ് തിരഞ്ഞെടുത്തത്. മിത്രയും അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി പുതിയ ജോലിക്ക് തയ്യാറെടുക്കുന്നു. രണ്ടുപേരും അവിവാഹിതരാണ്. ഏട്ടനെ കെട്ടിച്ചിട്ട് മാത്രം തൻ്റെ വിവാഹം എന്നാണ് മിത്രയുടെ നിലപാട്. എടാ, ആം റെഡി, മിത്ര വിളിച്ചു പറഞ്ഞു. സുധി ഒരുങ്ങി വന്നപ്പോൾ മിത്ര ഒരു മഞ്ഞ നിറമുള്ള ചുരിദാർ അണിഞ്ഞ് അതീവ സുന്ദരിയായി അമ്പലത്തിൽ പോകാൻ റെഡിയായിരിക്കുന്നു. രണ്ടുപേരും കൂടി വേഗം അമ്പലത്തിലേക്ക് പോയി. ഏകാദശി ആയതിനാൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. സുധിക്ക് തിരക്കുണ്ടായതുകൊണ്ട് അവർ രണ്ടാളും വേഗം വഴിപാട് നടത്തി തൊഴുതിറങ്ങി. ഏട്ടാ, ഇനി എന്താ നെക്സ്റ്റ് പ്രോഗ്രാം? ആര്യാസ് അല്ലേ? കാറിലേക്ക് കയറവേ മിത്ര സഹോദരനെ നോക്കി. അയ്യോ, ഇപ്പം തന്നെ ലേറ്റായി. എൻ്റെ മിത്തു, അടുത്ത ആഴ്ച നമുക്ക് മസാലദോശ കഴിക്കാം, സുധി വണ്ടി തിരിച്ചുകൊണ്ട് പറഞ്ഞു. പുതിയ പീഡിയാട്രിഷനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചിട്ടുണ്ട്. സുധി അനിയത്തിയെ നോക്കി. പോക്കറ്റ് റോഡ് കഴിഞ്ഞ് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയതും ഒരു പെൺകുട്ടി കാറിൻ്റെ മുൻപിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. സ്പീഡ് കുറഞ്ഞതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഓ ഗോഡ്! സുധിയും മിത്രയും ഒരുപോലെ അലറി വിളിച്ചുകൊണ്ട് കാർ തുറന്ന് പുറത്തേക്കിറങ്ങി. മിത്ര ഓടിച്ചെന്ന് ആ പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ കൈയുടെ മുട്ടുപൊട്ടി രക്തം വരുന്നുണ്ട്. അതരത്തിലും അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. എന്തേലും പറ്റിയോ? ഏട്ടാ, വേഗം വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മിത്ര ധൃതി കാട്ടി. സാരില്ല, ഞാൻ പൊയ്ക്കോളാം. അവൾ കൈമുട്ട് മടക്കി പിടിച്ചിരിക്കുകയാണ്. എവിടെ നോക്കിയാണ് നീയൊക്കെ നടന്നത്? രാവിലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോരോ മാരണങ്ങൾ. സുധി തൻ്റെ വാച്ചിലേക്ക് നോക്കി. ഏട്ടാ, ഒന്ന് നിർത്തുന്നുണ്ടോ? മിത്ര സുധിയെ തറപ്പിച്ചൊന്ന് നോക്കി. ആ നായെ കുറുകെ വന്ന് കുറിച്ചപ്പോൾ ഞാൻ കരുതിയത് കടിക്കുന്ന്. അപ്പോഴാണ് പെട്ടെന്ന് കാറ് വന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. മിത്രയോടത് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാരമില്ല, വരൂ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് പോയാൽ മതിയേ. മിത്ര അവളുടെ കയ്യിൽ പിടിച്ചു. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ മിത്ര? സുധി അനുജത്തിയെ നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം. അതും പറഞ്ഞ് അവൾ മിത്രയുടെ കൈ വിടുവിച്ചു. പെട്ടെന്നാണ് കണ്ണിൽ അവൾക്ക് ഇരുട്ട് കയറും പോലെ തോന്നിയത്. ഏട്ടാ! മിത്ര ഉറക്കെ വിളിച്ചു. സുധി വേഗം പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ വീണു പോയേനെ. ഇവളും അമ്പലത്തിൽ പോയതാണെന്ന് സുധിക്ക് തോന്നി. നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദനക്കുറിക്ക് അപ്പോഴും ഈർപ്പമുണ്ടായിരുന്നു. അവളുടെ മേനിയിൽ നിന്ന് ഉയർന്നു വന്ന പനിനീരിൻ്റെ സുഗന്ധം അവൻ്റെ നാസികയിൽ തുളച്ചു കയറി. മിത്ര, നീ വേഗം കുറച്ച് വെള്ളം എടുക്ക്, കാറിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. സുധി പറഞ്ഞതും മിത്ര വെള്ളം എടുത്തു. മിത്ര തന്നെയാണ് അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചത്. പെട്ടെന്ന് അവളുടെ ഇമകൾ ചലിച്ചു. കണ്ണു തുറന്നപ്പോൾ അവൾ സുധിയുടെ കൈകളിലാണ്. അവൾ വേഗം പിന്നോട്ട് മാറി. മിത്ര അവളുടെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാേട്ടാ, വണ്ടി എടുക്ക്. ഇതും പറഞ്ഞ് മിത്ര കയറി. 10 മണിക്കാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇപ്പം തന്നെ 11 മണിയായി. സുധിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നെ ആ ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി, ഞാൻ പൊയ്ക്കോളാം, അവൾ പിറുപിറുത്തു. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. മിത്ര അവളുടെ കയ്യിൽ പിടിച്ചു. ഫോൺ കാറിൻ്റെ അകത്തായതിനാൽ സുധി അത് ശ്രദ്ധിച്ചില്ല. അതെടുത്ത് നോക്കിയതും കുറേ മിസ്ഡ് കോൾസ്, എല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ്. സുധി പെട്ടെന്ന് കണ്ട നമ്പറിൽ തിരിച്ചു വിളിച്ചു. ഹലോ, ആ അശ്വിൻ, ഞാൻ ഇപ്പോൾ വരാം. ഓ, ഒന്നും പറയണ്ട, ഓരോ വയ്യാവേലി. സുധി ഫോൺ വെച്ച് കാർ വേഗത്തിൽ മുൻപോട്ടെടുത്തു. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം. ജംഗ്ഷനിലെത്തിയതും ആ പെൺകുട്ടി വീണ്ടും മിത്രയോട് പറഞ്ഞു. മിത്ര അവളെ കണ്ണുരുട്ടി കാണിച്ചു. ഹോസ്പിറ്റലിലെത്തിയതും സുധി വേഗം അകത്തേക്ക് പോയി. അതിനു മുമ്പ് അവൻ മിത്രയ്ക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. മിത്ര നേരെ കാഷ്വാലിറ്റി ചെന്നു അവിടുത്തെ ഡോക്ടറെ കണ്ടു. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല മാഡം, ബോഡി കുറച്ച് വീക്കാണ്. ആൾ കുറച്ചൊന്ന് പേടിച്ചു. കൈക്ക് ഫ്രാക്ചറൊന്നുമില്ല. ഡ്യൂട്ടി ഡോക്ടർ മിത്രയോട് പറഞ്ഞു. ഡ്രിപ്പിൻ്റെ ആവശ്യമുണ്ടോ?
മിത്ര വീണ്ടും ഡ്യൂട്ടി ഡോക്ടറോട് ചോദിച്ചു. കുഴപ്പമില്ല കുട്ടി, ശരിയായിക്കോളും. പെട്ടെന്നവൾ മിത്രയുടെ കയ്യിൽ പിടിച്ചു. ഇതിനോടിടയ്ക്ക് അവൾ മിത്രയോട് ഫോൺ മേടിച്ച് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ചു കഴിഞ്ഞതും അവളുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഒക്കെ വന്നു. അനുമോളേന്ന് വിളിച്ച് അവളുടെ അമ്മ ഉറക്കെ കരഞ്ഞു. ഇല്ലമ്മേ, ഒന്നും പറ്റിയില്ല. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മിത്ര സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. വേറെ പ്രോബ്ലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. മിത്ര കൊണ്ടുചെന്ന് വിടാമെന്ന് പറഞ്ഞെങ്കിലും അവരത് കൂട്ടാക്കിയില്ല. ഒരു ഓട്ടോയിലാണ് അവർ വന്നത്. അതിൽ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അവർ മിത്രയോട് യാത്ര പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പോകാൻ നേരം മിത്ര അവളുടെ കയ്യിൽ പിടിച്ചു. അവനാശെത്തിയപ്പോൾ മിത്ര വെറുതെ അവൻ്റെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. എന്തായി കാര്യങ്ങൾ? അവൻ അങ്ങോട്ട് വന്നു. ആ കുട്ടി പോയി. അവളുടെ അച്ഛനും അമ്മയും വന്നു. മിത്ര ഏട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാ വരും മിത്തുക്കുട്ടി, നമുക്ക് പോകാം. ആര്യാസി കയറണ്ടേ? വിശന്നിട്ട് വയ്യ. സുധി അവളെ നോക്കി ചിരിച്ചു. മിത്രയും എഴുന്നേറ്റു. രണ്ടാളും കൂടി പുറത്തേക്ക് നടന്നു. ഏട്ടൻ ആ പെൺകുട്ടിയോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെടണ്ടായിരുന്നു. പാവം. അത് പറഞ്ഞില്ലേ ആ നായെ കുറിച്ചു വന്നപ്പോൾ പേടിച്ചതാണെന്ന്? മിത്ര അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഓ പിന്നെ, 100,000 പ്രശ്നങ്ങളുള്ളപ്പോൾ നീ പോ മിത്ര. അഥവാ എന്തേലും സംഭവിച്ചാൽ നമ്മൾ അകത്തു പോകും, നിനക്കറിയാമോ? അവൻ ഒച്ച വെച്ചു. പിന്നീട് മിത്ര ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ കുറച്ചു വൈകിയിരുന്നു. ശിവ ശിവ, എന്തേലും ആ പെൺകുട്ടിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇപ്പം അവസ്ഥ? മുത്തശ്ശി കണ്ണടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. നിനക്ക് കുറച്ച് സ്പീഡ് കൂടുതലാ, അത് പറയാതെ വയ്യ. ഗീതാദേവി അത് പറഞ്ഞപ്പോൾ മിത്രയും മുത്തശ്ശിയും അത് പിന്താങ്ങി. ഓ, എല്ലാവരും കിടന്ന് തുടങ്ങിക്കോ. എവിടെയോ കിടന്ന് ഒരുത്തി വന്ന് വട്ടം ചാടിയതിനും പോരാ, നിങ്ങളെല്ലാവരും എന്നോട് ഒച്ച വയ്ക്കുവാണോ? അതും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ തൻ്റെ മുറിയിലേക്ക് പോയി. അവൻ അവളോട് വല്ലാത്ത പക തോന്നി. എല്ലാത്തിനും കാരണം അവളാണ്. അവളുടെ ഒരു നായ. അവൻ പല്ലിഞ്ഞെരിച്ചു. സുധി ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മണം അടുക്കളയിൽ നിന്ന് പൊന്തി വരുന്നുണ്ട്. മുത്തശ്ശിയുടെ അപാരമായ കൈപുണ്യം, അതാണ് ഈ പാതയെ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. സുധി അടുക്കളയിലേക്ക് വന്നപ്പോൾ മിത്ര ഓരോന്ന് പെറുക്കി വായിലിടുകയാണ്. മിത്തു, ഇവിടെ വേറെ ആളുകളുണ്ട് കേട്ടോ, അത് നീ മറക്കണ്ട. ഒരു ഉണ്ണിയപ്പം എടുത്ത് വായിലേക്കിട്ട് അതിൻ്റെ രുചിയിൽ അവൻ അലിഞ്ഞു പോയി. ജീരകവും ഏലക്കായും അതിൻ്റെ ഇടയ്ക്ക് നെയ്യിൽ വറുത്തുകോരിയ തേങ്ങാ കൊത്തുമൊക്കെ ഇട്ടുകൊണ്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം. എങ്ങനെയുണ്ട് സുധിക്കുട്ട, ഇഷ്ടായോ? മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ച് ഒരു മുത്തം കൊടുത്തുകൊണ്ട് ചോദിച്ചു. എൻ്റെ മുത്തശ്ശി പറയാണ്ട് വയ്യ, അസലായിട്ടുണ്ട് കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ മതിയാവോ മിത്ര? അവൻ അനുജത്തിയെ നോക്കി. പറ്റില്ല പറ്റില്ല, കുറഞ്ഞ പക്ഷം ഇതിന് നമ്മൾ കിടുക്കാച്ചി എന്തെങ്കിലും പറയണോ ഏട്ടാ? മിത്ര അവനെ നോക്കി. മുത്തശ്ശിയാണെങ്കിൽ MBBSന് 1ാം റാങ്ക് കിട്ടിയ ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് സുധിക്ക് തോന്നി. മിത്ര, നിന്റെ ഫോൺ കുറേ റിങ് ചെയ്തു, ആരാണെന്ന് നോക്ക്. ഗീതാദേവി മകൾക്ക് ഫോൺ കൈമാറിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ആ ചേച്ചിയാ. ഞാൻ ആ ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. മിത്ര പെട്ടെന്ന് ഓർത്തുപോലെ പറഞ്ഞു. ഹലോ, ആ ചേച്ചി? അതെ, ഇപ്പം എങ്ങനെയുണ്ട്? ആണോ? റെസ്റ്റ് എടുക്കുക ചേച്ചി. മിത്ര ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി. ഓക്കെ, ബൈ. 2 മിനിറ്റ് കഴിഞ്ഞ് അവൾ വീണ്ടും അടുക്കളയിൽ വന്നു. എന്താ മോളെ ആ കുട്ടി പറഞ്ഞത്? അമ്മ അവളോട് ചോദിച്ചു. എൻ്റെ അമ്മേ, ആ പെണ്ണിന് അതിന് മാത്രം ഒന്നും പറ്റിയില്ല. ഒന്ന് വീണു, മുട്ടിലെ കുറച്ച് തൊലി പോയി, അത്രമാത്രം. എന്നിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയി. അതിന് നീ ഇത്രയ്ക്കെങ്ങും വിളിക്കണ്ട. സുധി ദേഷ്യത്തോടെ അനുജത്തിയെ നോക്കി. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഏട്ടൻ എന്താ ചേച്ചിയോട് ഇത്ര ദേഷ്യം? കാലത്തെ മുതൽ തുടങ്ങിയതാ. എന്തെല്ലാം ആണ് ഏട്ടൻ വിളിച്ചു പറയുന്നത്? ആ ചേച്ചി ഏട്ടനോട് എന്ത് തെറ്റ് ചെയ്തു? മിത്രയും അതേ രീതിയിൽ ഏട്ടനോട് തിരിച്ചു ചോദിച്ചു. നിങ്ങൾ രണ്ടാളും കൂടി വെറുതെ വഴക്കുകൂടണ്ട. ആ പെൺകുട്ടിക്ക് ഇപ്പം എന്തേലും കുഴപ്പമുണ്ടോ മോളെ? ഗീതാദേവി ഇടയ്ക്ക് കയറി. ഇല്ലമ്മേ, ആ ചേച്ചി കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാൻ എന്നെ വിളിച്ചതാ. അതിനായി ഏട്ടൻ ഒച്ച വയ്ക്കുന്നത്. അതൊരു പാവം ചേച്ചിയായിപ്പോയി. ഇല്ലെങ്കിൽ ഏട്ടൻ അതിനോട് ഓരോന്ന് പറഞ്ഞപ്പോൾ തിരിച്ചത് 2 പറഞ്ഞേനെ. മിത്രയ്ക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
സുധി ഒരു ഉണ്ണിയപ്പം കൂടി എടുത്ത് വായിലേക്കിട്ടു. എൻ്റെ അമ്മ ഇവക്ക് വട്ടാ, ഇവൾ പറയുന്നൊന്നും അമ്മ കേൾക്കണ്ട. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. അവൻ്റെ കയ്യിൽ മിത്രയുടെ ഫോണുണ്ടായിരുന്നു. വേഗം തന്നെ അവൻ മിത്രയുടെ ഫോണിൽ നിന്നും ആ പെൺകുട്ടി വിളിച്ച നമ്പർ മായ്ച്ചു കളഞ്ഞു. ഒന്നും അറിയാത്ത പോലെ അവൻ ഫോൺ കൊണ്ടുപോയി തിരികെ വെക്കുകയും ചെയ്തു. അമ്മേ, ഈ ഫ്രൈഡേ ആണ് നമ്മൾ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്. രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സുധി അമ്മയോട് പറഞ്ഞു. ആൻമരി അപ്പം പോകുമെന്ന് ഉറപ്പായോ മോനെ? മകന്റെ ചോറിലേക്ക് മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തുകൊണ്ട് അവർ ചോദിച്ചു. പിന്നെ ഉറപ്പല്ലേ അമ്മേ? അവർ സൺഡേ ഈവനിങ് പോകുമെന്ന് പറഞ്ഞു. സുധി ഒരു പപ്പടത്തിന്റെ അഗ്രം വായിലേക്കിട്ടു. ഇനി ആരായിട്ടാ പുതിയ ആള്? മിത്ര ആരാഞ്ഞു. വരട്ടെ, നോക്കാം. സുധി എല്ലാവരെയും നോക്കി പറഞ്ഞു. ഓ, രാവിലെ നല്ല സ്പീഡിലായിരുന്നു തൻ്റെ വണ്ടി. വന്നിരുന്നതെങ്കിൽ ആ പെണ്ണ്. മഹാദേവൻ കാത്തു. രാത്രി കിടക്കാൻ നേരം അവൻ ഓർത്തു. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജംഗ്ഷനിലെത്തിയപ്പോൾ സുധി വെറുതെ പുറത്തേക്കൊന്ന് നോക്കി. പിന്നീടുള്ള എല്ലാ ദിവസവും അവൻ ആകെ തിരക്കായിരുന്നു. ഒരു ദിവസം മിത്ര അവളുടെ ഫോണിലെ നമ്പർ അവൻ ഡിലീറ്റ് ആക്കിയതിന് അവനോട് വഴക്കിന് ചെന്നു. പക്ഷെ അവൻ ശക്തമായി എതിർത്തു. സുധിക്കിപ്പോൾ പുതിയ ഡോക്ടറെ കിട്ടണം. അതാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യൻ. ഏറ്റവും തിരക്കുള്ള OP ഇവിടെ പീഡിയാട്രിയാണ്. അതുകൊണ്ട് ശരിക്കും നോക്കി വേണം അടുത്ത ആളെ നിയമിക്കേണ്ടത്. വെള്ളിയാഴ്ച അതിരാവിലെ തന്നെ സുധി ഉണർന്നു. ഇന്ന് 10 മണിക്കാണ് ഇന്റർവ്യൂ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇന്ന് ഇറങ്ങണം. നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൻ വേഗം പോകുവാൻ തയ്യാറായി. തൻ്റെ ഫയൽസ് എല്ലാം എടുത്തുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇറങ്ങിയതും പെട്ടെന്ന് അവൻ്റെ കാൽ തെറ്റിപ്പോയി. അയ്യോ മോനെ എന്ന് വിളിച്ച് ഗീതാദേവി ഓടി വന്നു. കാൽ മടിഞ്ഞു എൻ്റെ ദൈവമേ. മുത്തശ്ശിയും ഓടി വന്നു. സുധിക്ക് ഒരടി പോലും നടക്കത്തില്ല. മിത്രയും അമ്മയും കൂടി ഒരു പ്രകാരത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സുധിക്ക് വേദന കൊണ്ട് കണ്ണ് കാണാൻ വയ്യ. കയ്യിലിരുന്ന ഫയലുകളെല്ലാം ചിതറിക്കിടക്കുന്നു. മിത്ര അതെല്ലാം എടുത്തു. ഏട്ടാ, ഇനി എന്ത് ചെയ്യും? ഇന്റർവ്യൂ. മിത്ര അവനെ നോക്കി. എന്തായാലും പോയേ പറ്റൂ. നീ രാമേട്ടനെ ഒന്ന് വിളിക്ക്. മിത്രയോടായി സുധി പറഞ്ഞു. മിത്ര വേഗം അവരുടെ ഡ്രൈവറായ രാമേട്ടനെ വിളിച്ചു. അയാൾ വന്നതും സുധി പതിയെ എഴുന്നേറ്റു. പക്ഷെ അവന് കാർ പോർച്ച് വരെ പോലും എത്താൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് അസഹനീയമായിരുന്നു കാലിൻ്റെ വേദന. അവസാനം വേറെ കുറച്ച് ഡോക്ടേഴ്സിനെ അവൻ ഇന്റർവ്യൂ നടത്താൻ ഏൽപ്പിച്ചു. അങ്ങനെ പുതിയ ഡോക്ടറായി അനുഗ്രഹ മോഹൻദാസ് ചാർജ് എടുത്തു. അടുത്ത ദിവസം മുതൽ അവരോട് എത്തുവാനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാനും സുധി ഫോണിലൂടെ ഡോക്ടറോട് പറഞ്ഞു. അന്ന് മുഴുവനും അവൻ റെസ്റ്റ് എടുത്തു. വൈകിട്ടായപ്പോൾ അവന് കുറേശ്ശെ നടക്കുവാൻ കഴിഞ്ഞു. അടുത്ത ദിവസം കാലത്തെ ആയപ്പോൾ അവന് കുറച്ച് വേദന കുറവായി. എന്നാലും രാമേട്ടനെ വിളിച്ചു. അയാളുമായി ഹോസ്പിറ്റലിൽ പോയി. ഓ, ഇന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. അവൻ ഇറങ്ങിയതും മിത്ര ഉറക്കെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിയതും അവൻ സിസ്റ്റർ നാൻസിയെ വിളിച്ചു. പുതിയ ഡോക്ടർ എവിടെ? അവൻ ചോദിച്ചു. സർ, മാഡം NICU വരെ പോയതാണ്, നാൻസി സിസ്റ്റർ പറഞ്ഞു. പുതിയ ഡോക്ടർ എന്നെ വന്ന് കാണാൻ പറയണം. ഞാൻ എൻ്റെ ക്യാബിനിലുണ്ട്. ഏസ് ഡോക്ടർ, ഞാൻ പറയാം. അവൾ സുധിയോട് മറുപടിയും കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നാൻസി വന്നു. സർ, ആൻമരിയ മാഡം ഉച്ചവരെ ലീവാണ്. OP യിൽ കുറച്ച് തിരക്കുണ്ട്. മാഡം ഉടനെ വരാമെന്ന് പറഞ്ഞു. സിസ്റ്റർ നാൻസി അവനെ നോക്കി. ശരിക്കും സുധിയാണ് ആൻമരിയോട് ലീവ് എടുക്കാൻ പറഞ്ഞത്. കാരണം പുതിയ ഡോക്ടർ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ. ഓക്കെ, സുധി അലക്ഷ്യമായി പറഞ്ഞു. നാൻസി തിരികെ പോയി. 10 മണിക്ക് മുൻപ് വന്നതാണിവിടെ. ഇപ്പോൾ 12 കഴിഞ്ഞു. ഇത്രയും സമയമായിട്ടും ആ ഡോക്ടർ തൻ്റെ അടുത്തെത്തിയില്ല. അവളുടെ അഹങ്കാരം. അല്ലെങ്കിൽ തന്നെ ഒരു MDയോട് സബോർഡിനേറ്റിന് ഇത്രയ്ക്ക് അഹമ്മതി പാടില്ല. അവന് ദേഷ്യം വന്നു. ഹലോ അശ്വിൻ, പ്ലീസ് കം. അവൻ ഫോൺ എടുത്ത് ഡോക്ടർ അശ്വിനെ വിളിച്ചു. ഡോക്ടർ അശ്വിൻ ലാപ്രോസ്കോപ്പിക് സർജനാണ്. കൂടാതെ സുധിയുടെ കൂടെ ചെറുപ്പം മുതൽ പഠിച്ചയാളും. അതുകൊണ്ട് അയാൾക്ക് ഒരു പ്രത്യേക പദവിയും മേൽനോട്ടവും ഉണ്ട്. അശ്വിൻ, ആ പുതിയ ഡോക്ടറോട് ഞാൻ എന്നെ വന്ന് കാണാൻ പറഞ്ഞതാ. ഇത്ര സമയമായിട്ട് അവൾ വന്നില്ല. അവരോട് ഇന്നത്തോടു കൂടി ഇവിടുത്തെ സേവനം നിർത്തി പൊക്കോളാൻ പറയണം. സുധി ദേഷ്യത്തിൽ പറഞ്ഞു. അശ്വിൻ ആകെ കുഴപ്പത്തിലായി. അവിനാശ്,
ഒന്നുകൂടി ആലോചിച്ചിട്ട് അശ്വിൻ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു. നോ നോ, അശ്വിൻ പോയി അവരോട് പറയൂ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. സുധി നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ അശ്വിൻ പതുക്കെ പിന്മാറി. കുറച്ച് സമയം കഴിഞ്ഞതും അശ്വിൻ സുധിയെ വിളിച്ചു. അവിനാശ്, ഡോക്ടർ അനുഗ്രഹം ഇപ്പോൾ അങ്ങോട്ട് വരും. സർ നേരിട്ട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് സുധിയുടെ മറുപടി കാക്കാതെ അശ്വിൻ കോൾ കട്ട് ചെയ്തു. അല്പസമയത്തിനുള്ളിൽ വാതിൽ മുട്ടുന്നത് അവൻ അറിഞ്ഞു. സർ, മേ ഐ കം ഇൻ? ഒരു സ്ത്രീ ശബ്ദം. യെസ്. സുധി അനുവാദം കൊടുത്തു. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും സുധി അന്തിച്ചു നിന്നു. അതേ അവസ്ഥയായിരുന്നു ആ പെൺകുട്ടിക്കും. അമ്പലത്തിൽ വെച്ച് അവൻ്റെ കാറിൽ മുമ്പിൽ വന്ന പെണ്ണ്. സുധിയെ കണ്ടത് അവളെ വിറയ്ക്കാൻ തുടങ്ങി. നീ എന്താ ഇവിടെ? അവൻ ചോദിച്ചു. ഞാൻ ഞാൻ അനുഗ്രഹം ഇന്ന് ജോയിൻ ചെയ്തു. അവൾ പറഞ്ഞപ്പോൾ ആദ്യം സുധി ഒന്നമ്പരന്നു. ഓ, അത് നീയായിരുന്നോ? നിന്നോട് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞില്ലേ സിസ്റ്റർ നാൻസി? അവൻ ശബ്ദമുയർത്തി. പറഞ്ഞിരുന്നു, അവൾ പതിയെ പറഞ്ഞു. എന്നിട്ടെന്തേ ഇത്ര നേരമായിട്ടും വരാഞ്ഞത്? അവൻ പുരികു ഉയർത്തി. സോറി സാർ, ഒരു പ്രിമച്വർ ബേബി ഉണ്ടായി. അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നീട് ഒ പി എത്തിയപ്പോൾ ആകെ ആളുകൾ. എല്ലാവരും കുഞ്ഞുങ്ങളായതുകൊണ്ട് ആകെ ബഹളമായിരുന്നു. അതുകൊണ്ടാണ്. സോറി സാർ. ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നെ അനുസരിക്കാത്തവരെ ഈ ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. സോ നിനക്ക് പോകാം. ഇതും പറഞ്ഞ് സുധി ആരെയോ വിളിക്കുവാനായി ഫോണെടുത്തു. പെട്ടെന്നുള്ള സുധിയുടെ തീരുമാനത്തിൽ അവൾ വിഷമിച്ചു പോയി. അവനോടൊന്നും പറയാനും പറ്റുന്നില്ല. കാരണം അവൻ ആരെയോ ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. കുറച്ച് സമയം അവൾ ആ റൂമിൽ നിന്നു. സുധി ഫോൺ വയ്ക്കുവാനായി അവൾ കാത്തു നിന്നത്. എന്താ? സുധി അവളെ നോക്കി. സർ, എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത് പ്ലീസ്. അവൾ സുധിയുടെ നേർക്ക് നോക്കി. എനിക്ക് ആദ്യമായി കിട്ടിയ ജോലിയാണ്. അവൾ വീണ്ടും അവനോട് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ശ്രമിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണ്. ഞാൻ ഒറ്റ മകളാണ്. അച്ഛനെ വിട്ട് എവിടെയും പോകാൻ മനസ്സില്ല. അവൾ വീണ്ടും പറഞ്ഞു. അവളുടെ ശബ്ദം വല്ലാണ്ടിടറി. സുധിയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അവൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. അവളോട് കൈകൊണ്ട് പൊയ്ക്കോളാൻ കാണിച്ചതും അവൾ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. ഹലോ അശ്വിൻ. ഓക്കെ ഓക്കെ, അവരോട് ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. സുധി ഒന്ന് നെടുവീർപ്പെട്ടു. അവിനാശ് സാർ പാവമാണ് മാഡം. പക്ഷെ ദേഷ്യം വന്നാൽ പിന്നെ നോക്കണ്ട. നാൻസി സിസ്റ്റർ അനുഗ്രഹിയോട് മെല്ലെ പറഞ്ഞു. അവളൊന്നും മന്ദഹസിച്ചു. മാഡത്തിൻ്റെ നാട് എവിടാണ്? അവർ ചോദിച്ചു. എൻ്റെ നാട് പാലക്കാടാണ്. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം അവിടാണ്, അവൾ പറഞ്ഞു. അപ്പോൾ ഈ തിരുവനന്തപുരം വരെ എങ്ങനെ എത്തി? നാൻസി ആശയക്കുഴപ്പത്തിലായി. അമ്മയുടെ നാട് ഇവിടാണ്. അച്ഛന് സുഖമില്ലാണ്ടായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. അമ്മാവനും അമ്മയ്ക്കും മക്കളില്ല. അതുകൊണ്ടാണ് അവർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. 1 മാസം തികഞ്ഞില്ല ഞങ്ങൾ വന്നിട്ട്, അനുഗ്രഹം പറഞ്ഞു. നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മകളുമുള്ള ഒരു നല്ല ഡോക്ടർ. നാൻസി മനസ്സിലോർത്തു. നല്ല ഐശ്വര്യമുള്ള മുഖം, ഒരു പരിഷ്കാരവുമില്ലാത്ത തനി നാട്ടിൻപുറത്തുകാരി. ഒരു ചെറിയ വട്ടപ്പൊട്ടണിഞ്ഞ് നെറ്റിത്തടവും കുറച്ച് കൺമഷി കൊണ്ടെഴുതിയ കണ്ണുകളും പിന്നെ ഒരു ചെറിയ വെണ്ണക്കൽ മൂക്കുത്തിയും. ഇത്രയേ ഉള്ളൂ. 2 മണി വരെ അനുഗ്രഹ ഹോസ്പിറ്റലിൽ നിന്നു. ഉച്ച കഴിഞ്ഞ് മറ്റൊരു ഡോക്ടറുണ്ട്. 2 മണിയായപ്പോൾ അവൾ പോകാൻ ഇറങ്ങി. സുധിയും അശ്വിനും ഊണ് കഴിക്കുവാൻ ഇറങ്ങിയപ്പോഴാണ് അനുവും ഇറങ്ങിയത്. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും അവൻ അവളെ നോക്കാതെ നടന്നുപോയി. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നല്ലേ? അവൾ നടന്നുപോയപ്പോൾ അശ്വിൻ സുധിയോട് പറഞ്ഞു. ആ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ പോയൊരു അന്വേഷണം നടത്ത്. അവൻ അലക്ഷ്യഭാവത്തിൽ പറഞ്ഞു. വൈകുന്നേരം ആൻമരിയയുടെ വക ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ആൻമരിയ പോകും. അത് പ്രമാണിച്ചുള്ള പാർട്ടിയാണ്. അതെല്ലാം കഴിഞ്ഞ് സുധി വീട്ടിലെത്തിയപ്പോൾ കുറച്ച് താമസിച്ചു. ഏട്ടാ, അവൻ വീട്ടിലേക്ക് കയറി. വന്ന ഉടനെ മിത്ര ഓടിച്ചെന്നു. ഏട്ടാ, എന്തെന്ന് ലേറ്റായത്? അവൾ ക്ലോക്കിലേക്ക് നോക്കി. ആൻമരിയ ഡോക്ടർ ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മോളൂ. അവൻ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. ഓ, അത് ചോദിക്കാൻ പറഞ്ഞു. പുതിയ കുട്ടി എങ്ങനെയുണ്ട് ഏട്ടാ? മിത്ര വേഗം ഓർത്തെടുത്തതുപോലെ അവനെ നോക്കി.
പുതിയ ഡോക്ടറെക്കുറിച്ചാണെന്ന് അവന് മനസ്സിലായി. ഇന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, വരട്ടെ നോക്കാം. അവൻ അത്രമാത്രം ഉദാസീനമായി പറഞ്ഞു. അടുത്ത ദിവസം സൺഡേ ആയതിനാൽ സുധിക്ക് അവധിയായിരുന്നു. കാലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗീതാദേവിയും മകനോട് പുതിയ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വരട്ടെ നോക്കാമെന്നായിരുന്നു അവൻ്റെ മറുപടി. മിത്രയോടും അമ്മയോടും അവൻ അനുഗ്രഹയെക്കുറിച്ച് വേറൊന്നും പറഞ്ഞതേയില്ല. ഏതോ പുസ്തകം വായിച്ചുകൊണ്ട് സുധി ഉമ്മറത്തിരിക്കുകയാണ്. മൂവാണ്ടം മാവിൻ്റെ ചില്ലയിലിരുന്ന് കാക്കകൾ ബഹളം കൂട്ടുന്നുണ്ട്. ഓ, ഈ മാമ്പഴക്കാലായാ പിന്നെ ഇവറ്റകളെ കൊണ്ട് മടുക്കും. നോക്കിയ എത്ര എണ്ണാണെന്ന്. മിത്രക്കുട്ടി, ആ കണ്ണാടി ഇങ്ങ് എടുക്കുവോ? മുത്തശ്ശി മുറ്റത്തു നിന്നും അകത്തേക്ക് കയറുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. കുറച്ച് അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പേരി വെക്കാൻ പ്രാതലിന്. കണ്ണാടിയുമായി വന്ന മിത്രയെ നോക്കി മുത്തശ്ശി. മുത്തശ്ശിയുടെ അമ്മയുടെ അടുക്കളത്തോട്ടത്തിൽ നിറയെ എല്ലാവിധ പച്ചക്കറിയുമുണ്ട്. കാലത്തെ സാമ്പാർ വെക്കണമെങ്കിൽ അമ്മ ഒരു ചെറിയ കുട്ടയുമായി തൊടിയിലേക്ക് ഇറങ്ങും. കോവയ്ക്ക, വെണ്ടയ്ക്ക, പടവലം, തക്കാളി, പച്ചമുളക്, വെള്ളരി, മത്തൻ, ചീര, പാവയ്ക്ക എന്നു വേണ്ട എല്ലാ വിഷരഹിത പച്ചക്കറികളും ഇവിടെ സുലഭമാണ്. ഏതായിട്ടാ പുസ്തകം? മിത്ര അവൻ്റെ അടുത്തേക്ക് വന്നു. കുട്ടിയെടുത്തി, MDയുടെ. അവനത് പെങ്ങളുടെ കയ്യിൽ കൊടുത്തു. നല്ല രസമുണ്ട് വായിക്കാൻ. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് പോയി. മുത്തശ്ശിയാണെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ മുൻപിൽ കണ്ണാടി വെട്ടിച്ചു. അപ്പോഴേക്കും മുഴുവൻ കാക്കകളും ഓടിമറഞ്ഞു. എത്ര തവണ ഊഞ്ഞാലാടി തിമിർത്താണ് അല്ലേ സുധിക്കുട്ട? അവർ മാവിലേക്കും പിന്നെ സുധിയെയും നോക്കി. മൂവാണ്ടമ്മാവിൻ്റെ അടുത്തേക്ക് സുധി നടന്നു. കുഞ്ഞുനാളിൽ ഓണമാകുമ്പോൾ മുത്തശ്ശൻ കുട്ടൻചേട്ടനെ വിളിച്ച് ഊഞ്ഞാൽ കെട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഊഞ്ഞാൽ കാണുന്നതും ബാഗ് വെച്ചിട്ടൊരു ഓട്ടമാണ്. അവധിയാവുമ്പോൾ കൊച്ചച്ചന്മാരുടെ മക്കളും അപ്പച്ചിയും ദേവികയും ഉണ്ണിയും എല്ലാവരും വരും. പിന്നെ ഒരു ആഘോഷമാണ്. ഊഞ്ഞാലാടുന്നത് ഓരോരുത്തരുടെ ഊഴം. ഓണത്തിന് അത്തപ്പം ഇടുന്നതും ഓണത്തപ്പനെ മണ്ണുകൊണ്ട് കുഴിച്ചുണ്ടാക്കുന്നതും, ഉച്ചയ്ക്ക് സദ്യയും പാലട പ്രഥമനും, കുട്ടികളുടെ ഓണക്കളികളും, വൈകിട്ട് തിരുവാതിരക്കളിയും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കളിക്കുന്നത് ഈ മാവിൻ്റെ ചുവട്ടിലായിരുന്നു. ഇപ്പോഴാണെങ്കിലോ എല്ലാവരും തിരക്ക്. ആകെ കൂടി പറഞ്ഞാൽ നാട്ടിലുള്ളത് ഇപ്പം താനും മിത്രയും, ബാക്കി എല്ലാവരും പുറത്താണ്. എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ട് എത്ര കാലായി അവൻ ഓർത്തു. ഒരു കാർ വന്ന് ഹോൺ മുഴക്കിയപ്പോൾ മിത്ര പോയി ഗേറ്റ് തുറക്കുന്നത് സുധി കണ്ടു. അവനും അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. മായച്ചിറ്റയാണ്, അമ്മയുടെ സഹോദരി. ചിറ്റേ, മിത്ര അവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ചിറ്റ മാത്രമേ വന്നുള്ളൂ, കൊച്ചച്ചനില്ലേ? അവർക്കരികിലേക്ക് വന്ന് സുധി ചോദിച്ചു. കൊച്ചച്ചൻ ഇന്നൊരു കല്യാണമുണ്ട്, അതാ മോനെ. അവർ കാറിൽ നിന്നും കുറച്ച് കവറുകൾ എടുത്തു. കുറച്ച് ബേക്കറി ഐറ്റംസാണ്. ഇതാ മിത്തു. മിത്രയുടെ കയ്യിലേക്ക് അവർ ആ കവറുകൾ നീട്ടി. ചിറ്റ എപ്പോൾ വന്നാലും ഇങ്ങനെ കുറേ സാധനം കൊണ്ടുവരുമെന്ന് അവർക്കറിയാം. ചിറ്റയ്ക്ക് ഇപ്പോഴും തങ്ങൾ കുട്ടികളാണ്. എല്ലാവരും കുശലം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. മിത്രയ്ക്ക് കല്യാണപ്രായമായി കേട്ടോ ചേച്ചി, മായ എല്ലാവരോടുമായി പറഞ്ഞു. 2 മക്കളെയും കെട്ടിക്കുവാൻ സമയം കഴിഞ്ഞു മായേ. മുത്തശ്ശിയും അത് ശരിവെച്ചു. നോ, ആദ്യം സുധിയേട്ടൻ. ഏട്ടൻ വിവാഹം ചെയ്തിട്ടേ ഞാനുള്ളൂ, അതുറപ്പാണ് ചിറ്റേ, മിത്ര അടിവരയിട്ട് പറഞ്ഞു. ആയിക്കോട്ടെ, എങ്കിൽ സുധി ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? വയസ്സ് 29 ആയില്ലേ? മായ വീണ്ടും എല്ലാവരെയും നോക്കി. അതെ, ഇനി വെച്ച് താമസിപ്പിക്കേണ്ട. 2 ആളുടെയും പ്രായം മുൻപോട്ടാണ് കേട്ടോ, അതും മറക്കേണ്ട. മുത്തശ്ശിക്ക് തിടുക്കമായി. സുധി മാത്രം ഇത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലിരുന്നു. അനിയേട്ടൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനില്ലേ, പ്രസാദേട്ടൻ? അവരുടെ മകൾ ശില്പ MBBS കഴിഞ്ഞു. ഇപ്പോൾ അവൾ ഹൈദരാബാദിലാണ്. അവളെ ഒന്ന് ആലോചിച്ചാലോ? അവൾ 1-2 മാസത്തിനുള്ളിൽ അവധിക്ക് വരും. മായ അവളുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകൾക്ക് വേണ്ടിയാണ് സുധിയെ ആലോചിച്ചത്. ഓ, അതൊരു പരിഷ്കാരിയല്ലേ മായ? ഗീതാദേവിക്ക് അതത്ര പിടിച്ചില്ല. എൻ്റെ അമ്മേ, ഇപ്പം എല്ലാവരും പരിഷ്കാരികളാ. അമ്മ ഇതേത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മിത്രയ്ക്കും മായച്ചിട്ട പറഞ്ഞ പെണ്ണിനെ ഇഷ്ടമാണ്. ആ കുട്ടിങ്ങി വരട്ടെ, എന്നിട്ട് നോക്കാം. ഇപ്പം മായ ആരോടും ഇത് പറയണ്ട. മുത്തശ്ശി മായയ്ക്കൊരു നിർദ്ദേശം വെച്ചു.
അത് മതിയെന്ന് എല്ലാവരും തീരുമാനിച്ചു. സുധിക്കെന്താ അഭിപ്രായം? നിന്റെ മനസ്സിൽ ആരേലും ഉണ്ടോ? മായ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഏട്ടൻ്റെ മനസ്സിൽ ഇതുവരെ ആരുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കറിയാം. മിത്ര ഏട്ടനോട് കൂടുതൽ ചേർന്നിരുന്നു. ഇല്ല, തൻ്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. സുധിക്ക് ഉറപ്പായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മായ അവരോട് യാത്ര പറഞ്ഞു പോയി. ചേനയും കാച്ചിലും പച്ചക്കറികളും എന്നു വേണ്ട കുറേ സാധനങ്ങൾ അവരുടെ ഡിക്കിയിൽ നിറഞ്ഞിരുന്നു. അന്ന് മുഴുവനും പാതയം വീട്ടിലെ ചർച്ച സുധിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അടുത്ത ദിവസം കാലത്തെ സുധി ഹോസ്പിറ്റലിൽ പുറപ്പെട്ടു. ജംഗ്ഷനിലെത്തിയപ്പോൾ അനുഗ്രഹ ബസ് കാത്തു നിൽക്കുന്നതും കണ്ടു. ഇവിടെ എവിടെയോ ആണ് അവളുടെ വീടെന്ന് അവൻ ഓർത്തു. സ്കൂൾ കുട്ടികൾക്ക് കടന്നു പോകാൻ അവൻ 2 മിനിറ്റ് കാർ നിർത്തിയിട്ടു. അനു അവനെ കണ്ടെന്നവന് തോന്നി. സ്കൂൾ കുട്ടികൾ കടന്നുപോയതും അവൻ വണ്ടി വേഗത്തിൽ ഓടിച്ചുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്ക് അനു സുധിയും തമ്മിൽ കണ്ടുമുട്ടും. അവൾ അവനെ വിഷ് ചെയ്യും, അത്രമാത്രം. ഒരു ബുധനാഴ്ച രാവിലെ മിത്രയ്ക്ക് ടൗണിൽ പോകണമായിരുന്നു. അവളപ്പോൾ സുധിയുടെ കൂടെ രാവിലെ പോകാൻ തയ്യാറായി. തിരിച്ച് സുധി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുമായി വന്നാൽ മതിയെന്ന് ഗീതാദേവിയും പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി പോകാനിറങ്ങി. അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മിത്ര അവനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്താ മിത്തു, ടൈമില്ല. സുധി അവളോട് ദേഷ്യപ്പെട്ടു. ഏട്ടാ, അതാ ചേച്ചിയല്ലേ അന്ന് ആക്സിഡൻ്റ് ആയ? മിത്ര പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ അതെ ഏട്ടാ, ആ ചേച്ചി തന്നെ. അവൾ വേഗം കാറിൻ്റെ ഡോർ തുറന്ന് വെളിയിലിറങ്ങി. അപ്പോഴേക്കും അനു കാറിൻ്റെ അടുത്തെത്തി. ചേച്ചി, മിത്ര അവളെ വിളിച്ചു. ഇതെങ്ങോട്ട്, ടൗണിലേക്കാണോ? അവൾ ചോദിച്ചു. അതെ, അനു മറുപടി പറഞ്ഞു. എന്നാ കയറിക്കോ, ഞാനും ടൗണിൽ പോവാ. മിത്ര അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം കുട്ടി, ഇപ്പോൾ ബസ് വരും. അനു അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ബസ്സിലിപ്പോൾ നല്ല തിരക്കാ, ചേച്ചി വാ കയറിക്കോളൂ. അവൾ വീണ്ടും അനുവിനോട് പറഞ്ഞു. മിത്ര, എനിക്ക് തിരക്കുണ്ട് കേട്ടോ. സുധി മിത്രയെ നോക്കി. വാ ചേച്ചി, ഏട്ടന് ടൈമില്ല. ഒടുവിൽ അനു അവളുടെ ഒപ്പം കാറിൽ കയറി. കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ചേച്ചി? മിത്ര അവളുടെ കൈമുട്ട് പരിശോധിച്ചു. ഇല്ല എന്ന് അവൾ തലയാട്ടി. ഞാൻ ടൗണിൽ വരെ പോവാ. ചേച്ചി എങ്ങോട്ടാണ്? ടൗണിലാണോ ഇറങ്ങേണ്ടത്? മിത്ര ചോദിച്ചു. അല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അനു പറഞ്ഞു. ആണോ, എവിടെ? മിത്ര വീണ്ടും ചോദിച്ചു. വർമാസ് ഹോസ്പിറ്റൽ. മിത്രയോട് അനു അവിടെ ജോയിൻ ചെയ്ത കാര്യം സുധി പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ മിത്ര ഇങ്ങനെ ചോദിക്കില്ല. ആഹാ, അവിടെയാണോ? എങ്കിൽ ഏട്ടൻ ഇറക്കിക്കോളും. ഞങ്ങളുടെ ഹോസ്പിറ്റലാണത്. വേണ്ട, ഞാൻ മിത്രയോടൊപ്പം ഇറങ്ങിക്കോളാം, അനു മിത്രയെ നോക്കി പറഞ്ഞു. എന്താ, എൻ്റെ ഏട്ടനെ പേടിയാണോ ചേച്ചിക്ക്? എൻ്റെ ഏട്ടൻ ഡീസൻ്റ് പയ്യനാ. മിത്ര ചിരിച്ചു. അയ്യോ അതുകൊണ്ടല്ല. അനു ആകെ വിഷമത്തിലായി. മിത്രയുടെ ഓരോ സംസാരം കാരണം ടൗൺ എത്തിയത് അറിഞ്ഞേയില്ല. സുധി കാർ നിർത്തിയപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. അപ്പോൾ ബൈ ചേച്ചി, പിന്നെ കാണാം. ഏട്ടൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിക്കോ. മിത്ര കൈവീശി കാണിച്ചു പോയി. ടൗണിൽ നിന്നൊരു 20 മിനിറ്റ് കഷ്ടമുള്ളെങ്കിലും അനുവിനാകെ പരവശം അനുഭവപ്പെട്ടു. ഇത്ര ദിവസമായിട്ടും സുധിയുമായി ഒന്നും സംസാരിച്ചിട്ടില്ല. അവളുടെ ചങ്കിടിപ്പ് കൂടിക്കൂടി വന്നു. പെട്ടെന്ന് വണ്ടി നിന്നുപോയി. സുധി ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. അനു ആകെ പകച്ചു. അവൻ ആരേക്കോ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. അനു എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു. കാറിൻ്റെ ടയർ പഞ്ചറായി എന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ കൃഷ്ണ, ഇതെന്തൊരു പരീക്ഷണമാണ്. അവൾ പതിയെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സുധിക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ. വീണ്ടും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. എന്താ മിത്ര? അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏട്ടാ, എന്തായി? ആ ചേച്ചി ഇറക്കിയോ? അവൾ ചോദിച്ചു. ഇല്ലടി, ഒരു സിനിമ കണ്ടിട്ട് കൊണ്ടുചെന്ന് വിടാമെന്ന് കരുതി. അവൻ അരിശത്തോടെ ഫോൺ കട്ട് ചെയ്തു. സർ, അവൾ വിക്കി വിക്കി അവനെ വിളിച്ചു. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. സർ, ഞാൻ ലേറ്റ് ആവുമോ? അവൾ ഒരു തരത്തിൽ ചോദിച്ചു. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്, അത്രമാത്രവും പറഞ്ഞോളൂ. ഞാൻ ഒരു ഓട്ടോയ്ക്ക്. അവൾ വീണ്ടും വിക്കി. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു കാർ വന്ന് നിന്നു. ഡോക്ടർ അശ്വിനാണ്. അശ്വിൻ്റെ കാറിൽ സുധി കയറി.
ഡോക്ടർ അനുഗ്രഹ കയറിക്കോളൂ. അശ്വിൻ പറഞ്ഞപ്പോൾ അവളും കയറി. ഇനി ഇതുകൂടി പഞ്ചറാകും മുമ്പ് വേഗം വണ്ടി വിടശ്വി. സുധി പറഞ്ഞതും ഹോസ്പിറ്റലിൽ എത്തിയതും അനു വേഗം ഇറങ്ങി. ഡോക്ടർ അനുഗ്രഹ എവിടുന്ന് കിട്ടി? അശ്വിൻ ആക്കി ചിരിച്ചുകൊണ്ട് സുധിയോട് ചോദിച്ചു. വന്ന വഴിക്ക് റോഡിൽ ഒരു കവറിലെന്തോ കിടക്കുന്ന കണ്ടു. തുറന്നു നോക്കിയപ്പോൾ ഈ ഡോക്ടർ. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്തുകൊണ്ട് പോന്നു. സുധി അവനോട് പറഞ്ഞിട്ട് പോയി. ഈ സുധിക്കെന്താ ഈ ഡോക്ടറെ ഇത്ര കാണാത്തില്ലാത്തത്? അശ്വിൻ ആലോചിച്ചു. അന്നേ ദിവസം സുധിയുടെ മുൻപിൽ വരാതിരിക്കാൻ അനു പ്രത്യേകം ശ്രദ്ധിച്ചു. ഉച്ചയായപ്പോൾ മിത്ര ഹോസ്പിറ്റലിലെത്തി. ഏട്ടാ, അവൾ സുധിയുടെ റൂമിലേക്ക് കയറി ചെന്നു. നീ കഴിച്ചോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കുറച്ച് കഴിഞ്ഞു മതി ഏട്ടാ, ധൃതിയില്ല. അവൾ സുധിയെ നോക്കി. നീ നമ്മുടെ പുതിയ പീഡിയാട്രീഷ്യനെ കണ്ടില്ലല്ലോ അല്ലേ? നാൻസി സിസ്റ്ററെ വിളിക്കാം, നീ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. സുധി പെട്ടെന്ന് ഓർത്തെടുത്തതുപോലെ അനുജത്തിയെ നോക്കി. ഓ ഏസ്, ഞാൻ അതും കൂടി ഓർത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. നാൻസി സിസ്റ്റർ വന്നപ്പോൾ മിത്രയും അവളുടെ ഒപ്പം പുറത്തേക്ക് പോയി. സുധിയൊന്ന് ഊറിച്ചിരിച്ചു. മുൻപിലിരിക്കുന്ന ആളെ കണ്ടതും മിത്ര ഞെട്ടിപ്പോയി. ചേച്ചി, ഈശ്വര, ഇതെന്ത് മറിമായും! മിത്ര അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഏട്ടനൊന്നും പറയാഞ്ഞതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് രാവിലെ ഈ കാര്യം മിണ്ടാഞ്ഞത്. അനു അവളെ നോക്കി ക്ഷമാപണം നടത്തി. രണ്ടുപേരും കുറച്ചു സമയം സംസാരിച്ചു. മിത്രയ്ക്കാണെങ്കിൽ അനുവിന് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. മിത്ര അവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, കാലത്തെ നടന്ന സംഭവങ്ങളെല്ലാം അനു അവളോട് വിശദീകരിച്ചു. ശോ, അത് സാരമില്ല, അത് ചേച്ചി കയറിയത് കൊണ്ടൊന്നുമല്ല. ഞാൻ പോകുന്ന സമയത്ത് വിളിക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം. മിത്ര അതും പറഞ്ഞ് അനുവിൻ്റെ മറുപടി കാക്കാതെ പുറത്തേക്കിറങ്ങി. ഏട്ടനിട്ട് വെച്ചിട്ടുണ്ട്, അവൾ മനസ്സിൽ പിറുപിറുത്തു. തിരികെ സുധിയുടെ മുറിയിലേക്ക് അവൾ വന്നു. അവൾ മുഖം വീർപ്പിച്ച് നിന്നപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. ഏട്ടനെന്താ എന്നോടിത് പറയാഞ്ഞത്? അവൾ അവനെ നേരിട്ടു. എന്ത്? അവനും അവളെ നോക്കി. അനുചേച്ചിയാണ് നമ്മുടെ പുതിയ പീഡിയാട്രീഷ്യനായിട്ട് വന്നതെന്ന്. അതിത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, അത്ര തന്നെ. അവൻ ലാപ്ടോപ്പിലേക്ക് കണ്ണു നട്ടു. വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം. അവൾ മനസ്സിൽ പിറുപിറുത്തു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം മിത്രയാണെങ്കിൽ അനുവിനെ അവിടെ എല്ലാം തിരഞ്ഞു. എങ്കിലും അവൾ പോയിന്ന് സുധിക്ക് മനസ്സിലായി. വീട്ടിൽ തിരിച്ചെത്തിയ മിത്ര ഭയങ്കര ഉച്ചത്തിൽ അമ്മയെ വിളിക്കുകയാണ്. എന്താ മോളെ നീ ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നത്? ഗീതാദേവി മകളുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഈ ഏട്ടൻ ഭയങ്കര സാധനമാണ് കേട്ടോ. അവൾ ബാഗ് മേശയിൽ വെച്ചിട്ട് അമ്മയെ നോക്കി. നീ കാര്യം പറ കുട്ടി. മുത്തശ്ശിയും മിത്രയുടെ ബഹളം കേട്ട് അവരുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ പീഡിയാട്രീഷ്യൻ ആരാണെന്ന് നമുക്ക് അറിയണ്ടേ? അവൾ ഗീതാദേവിയുടെ അടുത്തേക്ക് വന്നു. മുകളിലെ നിലയിലേക്ക് കയറി പോകാൻ തുടങ്ങിയ സുധിയുടെ കയ്യിൽ അവൾ വേഗം പിടിച്ചു. അങ്ങനങ്ങ് പോകാൻ വരട്ടെ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞ ശേഷം ഏട്ടൻ മുകളിലേക്ക് പോയാൽ മതി. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മിത്ര. അതിന് ഞാൻ എന്ത് വേണം? അതിന് മാത്രം വലിയ അപരാധമൊന്നും ഞാൻ ചെയ്തിട്ടും കാണിച്ചിട്ടുമില്ല. സുധി മിത്രയുടെ കൈ വിടുവിച്ച് മുകളിലേക്ക് പോയി. മോളെ നീ കാര്യം പറ. ആരാണ് ഹോസ്പിറ്റലിലെ പുതിയ ഡോക്ടർ? എന്താണ് ഇപ്പം അതിന് മാത്രം സംഭവിച്ചത്? ഗീതാദേവി അക്ഷമയായി. ഏട്ടൻ പറഞ്ഞ പോലെ അതിന് മാത്രം വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് കാലത്തെ ഞാനും ഏട്ടനും കൂടി കാറിപ്പോയപ്പോൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വന്ന് ചേട്ടൻ്റെ വണ്ടി തട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചേച്ചിയെ ഞാനിന്ന് വഴി വെച്ച് കണ്ടു. ഏട്ടനോട് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി. ആ ചേച്ചി എൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം മിത്ര അമ്മയും മുത്തശ്ശിയും പറഞ്ഞു കേൾപ്പിച്ചു. ഏട്ടൻ പറഞ്ഞത് അത് ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ടെന്നാണ്. ഹോസ്പിറ്റലിൽ പുതിയൊരു ഡോക്ടർ ചാർജ് എടുത്തു. അതിൽ പരം വലിയ കാര്യമായിട്ട് ഇത് കാണേണ്ടെന്ന് മിത്ര പറഞ്ഞു നിർത്തി. ഞാൻ ഇത് അത്ര വലിയ കാര്യമാക്കിയൊന്നും എടുത്തിട്ടില്ലമ്മേ. പക്ഷെ ഏട്ടനോട് ഞാൻ പുതിയ ഡോക്ടർ ചാർജ് എടുത്ത കാര്യം ചോദിച്ച സ്ഥിതിക്ക് ഏട്ടൻ എന്നോട് പറയായിരുന്നു അതാ ചേച്ചിയാണെന്ന്. മിത്ര അമ്മയും മുത്തശ്ശിയെ നോക്കി. ആ കുട്ടി എന്തേ എന്നോട് കാറി കയറിയ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് പറയാതിരുന്നത്? ഗീതാദേവി മകളോട് ആരാഞ്ഞു.
ഏട്ടൻ ഇക്കാര്യം നമ്മളോട് പറഞ്ഞില്ലെന്ന് ആ ചേച്ചിക്ക് മനസ്സിലായി കാണും. ഒരുപക്ഷെ ഏട്ടനെ പേടിച്ചിട്ടായിരിക്കും ആ ചേച്ചി ഇതെന്നോട് പറയാഞ്ഞത്. നീ ഇതിത്ര വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം വിവരങ്ങൾ നിനക്ക് കാണണമെങ്കിൽ നീ ഹോസ്പിറ്റലിൽ വന്ന് ഫയൽസ് ചെക്ക് ചെയ്താൽ മതി. വേഷം മാറി താഴേക്കിറങ്ങി വന്ന സുധി മിത്രയോടായി പറഞ്ഞു. ആകെപ്പാടെ അവളെ വഴി വെച്ച് കണ്ട പരിചയം മാത്രമേ നിനക്കുള്ളൂ. അല്ലാതെ നമ്മളുടെ ബന്ധുവൊന്നുമല്ല അവൾ. അതുമല്ലെങ്കിൽ നിന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണോ അവൾ? അല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇത്ര ബഹളം വെക്കുന്നത്? സുധി മനസ്സിലാകാത്ത മട്ടിൽ മിത്രയെ നോക്കി. ശരിയല്ലേ മേ? ആ പെൺകുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യനായി ചാർജ് എടുത്തു. അതിൽ പരം ഒരു ബന്ധവും അവളുമായി നമുക്കില്ല. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും പോലെ അവളും. എത്രയെത്ര പുതിയ ഡോക്ടറും പുതിയ സ്റ്റാഫും നമ്മുടെ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കുന്നു. അവരെ എല്ലാവരെയും നിനക്ക് പരിചയപ്പെടണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വാ. അല്ലാതെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം കൂട്ടണ്ട. ശരിയല്ലേ മുത്തശ്ശി? മുത്തശ്ശിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അവൻ മുത്തശ്ശിയെ നോക്കി. ആരും ഒന്നും പരസ്പരം മിണ്ടിയില്ല. മിത്ര അവരുടെ മുറിയിലേക്ക് പോയി. ഗീതാദേവിക്ക് എന്തു പറയണമെന്നറിയില്ല. സുധി പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, അതിൽ കൂടുതലൊന്നുമില്ല. മക്കൾക്ക് രണ്ടാൾക്കും ചായ എടുക്കുവാനായി ഗീതാദേവി അടുക്കളയിലേക്ക് പോയി. എൻ്റെ ഏട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. ഏട്ടൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഏട്ടൻ്റെ ഗേൾഫ്രണ്ടും അല്ല. പിന്നെന്താ അല്ലേ? സോറി. മിത്രയുടെ പെട്ടെന്നുണ്ടായ പെരുമാറ്റത്തിൽ എല്ലാവരും അമ്പരന്നു. അന്ന് രാത്രിയിൽ ഗീതാദേവിയെ മായ വിളിച്ചു. കുറേയേറെ ആലോചനകൾ മായ അവരുമായി പങ്കുവച്ചു. സുധിയോട് ആലോചിച്ച് മറുപടി പറയാമെന്ന് അവർ മറുപടി കൊടുത്തു. എനിക്ക് അനുചേച്ചി ഇഷ്ടമായിരുന്നു അമ്മേ. ഏട്ടൻ്റെ പെണ്ണായി അനുചേച്ചി ഈ വീട്ടിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മിത്ര രാത്രിയിൽ ആരും കേൾക്കാതെ അമ്മയോട് ഈ രഹസ്യം പറഞ്ഞു. സുധിക്ക് താല്പര്യമില്ല മോളെ ആ കുട്ടിയെ. അവൻ എപ്പോഴും അവളോട് ദേഷ്യ. അതുകൊണ്ട് നീ കാര്യം അവനോട് പറയരുതേ. മാത്രമല്ല, അവരുടെ കുടുംബം, ആ പെൺകുട്ടി ഒന്നും നമുക്കറിയില്ല. അപ്പോൾ തന്നെ മിത്രയെ അമ്മ വിലക്കി. പിന്നീടവർ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. സുധിയുടെ വിവാഹക്കാര്യം സംസാരിച്ചപ്പോൾ അമ്മയും മിത്രയും കൂടി ആലോചിക്കെന്നാണ് അവൻ്റെ മറുപടി. മോളെ, അവൻ്റെ മനസ്സിൽ ആരുമില്ല. അതാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്. ഗീതാദേവി അത് പറഞ്ഞപ്പോൾ മിത്രയ്ക്കത് ശരിയാണെന്ന് തോന്നി. എങ്കിലും ഒരു പരീക്ഷണാർത്ഥം അവൾ സുധിയുടെ മുറിയിലേക്ക് പോയി. ഏട്ടാ, അവൾ വിളിച്ചു. ഫോണിൽ നോക്കി വെറുതെ കിടക്കുകയാണ് സുധി. അപ്പോഴാണ് മിത്രയുടെ വിളി. എന്താ മിത്ര? അവൻ ഫോൺ മേശമേൽ വെച്ചിട്ട് ചോദിച്ചു. ഏട്ടൻ്റെ സങ്കല്പം എങ്ങനെയാണ്? അവൾ സുധിയുടെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. എന്ത് സങ്കല്പം? സുധി മിത്രയുടെ അടുത്ത് കട്ടിലിൽ വന്നിരുന്നു. ഐ മീൻ, ഏട്ടൻ്റെ ഭാവി വധുവിനെക്കുറിച്ച് അവൾ വിശദീകരിച്ചു. ഓ, അതോ? നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ ആവണം നമ്മൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വലിയ സങ്കല്പമൊന്നുമില്ല, അത്രമാത്രം. സുധി അവളെ നോക്കി. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഏട്ടത്തമ്മയായി വരുന്ന പെൺകുട്ടിയെക്കുറിച്ചേ. മിത്ര അവളുടെ മനസ്സിലെ കാര്യം തുറന്നു പറയുകയാണ്. ഒരു ജാടയില്ലാത്ത നാടൻ പെൺകുട്ടി മതി ഏട്ടന്. ഏട്ടൻ്റെ പ്രൊഫഷനായാലും അത്ര നന്ന്. ഒരുപാട് മുടിയും വിടർന്ന കണ്ണുകളും ശാലീനതയും നിറഞ്ഞ ഒരു നിഷ്കളങ്ക. ചുരുക്കി പറഞ്ഞ ആ അനുചേച്ചിയെ പോലെ. മിത്ര സുധിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. അനുചേച്ചിയോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ മിത്ര? അവൾ നമ്മുടെ ആരാ? നീ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ അവളുമായി നമുക്ക് ബന്ധം? സുധി രോഷാകുലായി. ഞാൻ വെറുതെ എൻ്റെ മനസ്സിലെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ലീവ് ഇറ്റ്. മിത്ര എഴുന്നേറ്റു. എന്തിനാ ഇവൾ എപ്പോഴും ആ പെണ്ണിനെക്കുറിച്ച് പറയുന്നത്? സുധിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. ഏതൊരു സഹോദരിയും പോലെ അവൾക്കും ആഗ്രഹമുണ്ട് തൻ്റെ സഹോദരൻ്റെ വിവാഹം. സുധിക്കത് നന്നായി അറിയാം. ഡോക്ടർ വീണ കൈലാസിൻ്റെ വിവാഹമാണ് ഈ സൺഡേ. അവർ ഹോസ്പിറ്റലിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അനുഗ്രഹയും പ്രത്യേകം വിളിച്ചു. ഡോക്ടർ വീണയുടെ വീട് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അനുവിനറിയില്ല. ഡോക്ടർ പ്രിയയും ഡോക്ടർ സൂസൻ ദേവസിയും ഒക്കെ കല്യാണത്തിന് പോകുന്ന കാര്യം ഇടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഡോക്ടർ പ്രിയയാണെങ്കിൽ ഡോക്ടർ അശ്വിൻ്റെ ഭാര്യയാണ്. രണ്ടാളും ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്.
അവരൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. അനുഗ്രഹിയും അവരോടൊക്കെ ഏതാണ് നല്ല ടെക്സ്റ്റൈൽ എന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഏറ്റവും മുന്തിയ തുണിത്തരങ്ങളുള്ള ഷോപ്പിന്റെ പേരാണ് ഡോക്ടർ പ്രിയ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അനു അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അവൾക്കൊരു ചുരിദാർ എടുക്കാൻ തുണിക്കടയിലേക്ക് ഒരു ഓട്ടോയിൽ പോയി. ഇത്ര വലിയ കടയാണെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കടയിൽ കയറി ഒരു ചുരിദാറൊക്കെ എടുത്തു. ബില്ലടയ്ക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത് സുധി. അവനും എന്തൊക്കെയോ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ അപ്പുറത്തായി മിത്രയുമുണ്ട്, കൂടെ ഗീതാദേവിയും. സർ, ഗുഡ് ആഫ്റ്റർനൂൺ, അനു അവനെ കണ്ടപ്പോൾ പറഞ്ഞു. അവനും തിരിച്ചു വിഷ് ചെയ്തു. ഡോക്ടർ അനുഗ്രഹ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ? ആദ്യമായിട്ടാണ് സുധി ഇങ്ങനെ സംസാരിച്ചത്. അതെ സർ, അവൾ മറുപടി പറഞ്ഞു. മിത്ര അവിടെ നിൽക്കുന്നത് കണ്ടതും അനു വേഗം അവളുടെ കവർ മേടിച്ച് സുധിയോട് യാത്ര പറഞ്ഞു പോയി. മിത്ര ഇനി വണ്ടിയിൽ കയറാൻ നിർബന്ധം പിടിച്ചാലോ എന്നോർത്താണ് അവൾ വേഗം പോയതെന്നവന് മനസ്സിലായി. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മേലിൽ തൻ്റെ ശല്യം ഉണ്ടാകരുതെന്ന്. മിത്രയമ്മയും അവളെ കണ്ടില്ല. ശനിയാഴ്ച ഡോക്ടേഴ്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു വിവാഹത്തിന് പോകുന്ന കാര്യം. ഡോക്ടർ പ്രിയയും ഡോക്ടർ അശ്വിനും മക്കളും കൂടി അവരുടെ വണ്ടിയിൽ പോകും. അപ്പോൾ അവരുടെ കൂടെ അനു പോരുവാൻ ഡോക്ടർ പ്രിയ അവളെ നിർബന്ധിച്ചു. അനു സമ്മതിക്കുകയും ചെയ്തു. കാരണം അറിയുകയും കേൾക്കുകയില്ലാത്ത നാട്. അങ്ങനെ അടുത്ത ദിവസം കാലത്തെ എല്ലാവരും കൂടി ഡോക്ടർ വേണയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു. അനുഗ്രഹ അന്ന് സുന്ദരിയായിട്ടായിരുന്നു വന്നത്. വളരെ ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു അത്. പണത്തിൻ്റെ പ്രൗഢി തെളിഞ്ഞു നിന്ന വിവാഹം. എല്ലാവരും ഡോക്ടർ വീണയ്ക്കും ഭർത്താവിനും വിവാഹമംഗളം നേർന്നു. ഡോക്ടർ അശ്വിൻ്റെ മക്കളാണെങ്കിൽ അവിടെയെല്ലാം പാറി നടക്കുകയാണ്. അനുഗ്രഹാൻ്റെ അവർക്ക് വല്ലാതങ്ങ് പിടിച്ചു. ഏറ്റവും അവസാനമാണ് അവർ ഭക്ഷണം കഴിക്കാനിരുന്നത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായി യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. ഏറ്റവും ഒടുവിലായാണ് ഡോക്ടർ അശ്വിനും കുടുംബവും കൂടെ അനുഗ്രഹയും പുറപ്പെട്ടത്. കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴാണ് പ്രിയയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അവരുടെ അമ്മയ്ക്കൊരു ചെറിയ നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവരോട് രണ്ടാളോടും ഹോസ്പിറ്റലിൽ എത്തുവാനാണ് അറിയിച്ചത്. അവർക്ക് ഈ വഴിയല്ല പോവേണ്ടത്. അയ്യോ, ഇനി എന്തു ചെയ്യും? അനു എങ്ങനെ പോകും? ഡോക്ടർ പ്രിയ വിഷണ്ണയായി. എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, അനു പറഞ്ഞു. ഞാൻ എന്നാൽ ഡോക്ടർ സൂസനെ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രിയ ആരെയൊക്കെയോ വിളിച്ചു. എല്ലാവരും പക്ഷെ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഡോക്ടർ അശ്വിൻ വേഗം സുധിയുടെ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സുധിയും കുറച്ച് നേരത്തെ ഇറങ്ങിയതിനാൽ കുറേ വഴികൾ പിന്നിട്ടു. അനുഗ്രഹ, നിങ്ങൾ സുധിയുടെ കൂടെ പൊയ്ക്കോളൂ എന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ, വേണ്ട സാറിനെ ബസ് സ്റ്റോപ്പിൽ അയച്ചാൽ മതി, ഞാൻ പൊയ്ക്കോളാമെന്ന് അനു പറയുന്നത് അവൻ ഫോണിൽ കേട്ടു. അനുഗ്രഹയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാതെ അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. പെട്ടെന്നവർ അനുവിനോട് യാത്ര പറഞ്ഞു കാർ വേഗത്തിൽ ഓടിച്ചുപോയി. അനു ബസ് കാത്തു നിൽക്കുകയാണ്. ആദ്യം 1-2 ബസ് കടന്നുപോയെങ്കിലും അതിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. മഴ പെയ്യാനായി ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. 2 ബംഗാളി പയ്യന്മാർ എന്തോ വായിലിട്ട് ചവച്ചുകൊണ്ട് അവളുടെ അടുത്ത് നിൽപ്പുണ്ട്. അവരിടയ്ക്ക് അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അവളല്ലാതെ മറ്റാരോ ബസ് സ്റ്റോപ്പിലില്ല. മഴ പെയ്തു വരുന്നുണ്ട്. കുടയും എടുത്തില്ല. മഴ ചന്നം പിന്നം പെയ്തിയപ്പോൾ ഒരു കാറ്റും കൂടി വീശിയടച്ചു. അനുവിൻ്റെ ചുരിദാറിലൊക്കെ വെള്ളമായി. അവളുടെ മുഖവും കൈയും എല്ലാം വെള്ളത്തുള്ളികൾ ഏറ്റു നനഞ്ഞു. ഈശ്വര, ബസ് ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ നിന്നപ്പോൾ ഒരു കാർ വന്നു നിന്നു. തുടരും. അടുത്ത പാർട്ടിൽ കഥ തീരും. ഇഷ്ടമെങ്കിൽ പ്ലീസ് സപ്പോർട്ട്. ഈ സ്റ്റോറി ഞാൻ 2019 എഴുതിയതാണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.